വിശ്വ ഹിന്ദു പരിഷത്ത് പള്ളുരുത്തി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വേലിയേറ്റ പ്രശ്നത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വിശ്വ ഹിന്ദു പരിഷത്ത് പള്ളുരുത്തി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ രൂക്ഷമായ വേലിയേറ്റത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഓരുവെള്ളത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, വേമ്പനാട്ട് കായൽ സംരക്ഷിക്കുക, ജനപ്രതിനിധികൾ ജനഹിതം നടപ്പാക്കുക മുതലായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് പ്രസിഡന്റ് പ്രസിഡന്റ് കെ സത്യപാലന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ VHP പ്രസിഡന്റ് സെക്രട്ടറി PR ബിജു സ്വാഗതം പറഞ്ഞു. BJP പള്ളുരുത്തി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രൂപേഷ് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായിട്ട് കായലിൽ നടന്നുകൊണ്ടിരിക്കുന്ന അശാസ്ത്രീയമായ പല നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ട് പ്രത്യേകിച്ച് കൊച്ചി ഉൾപ്പെടുന്ന തീരമേഖല എക്കലടിഞ്ഞ് മത്സ്യബന്ധനവും ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന ഓരുവെള്ള ഭീഷണിയും നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചി പടിഞ്ഞാറൻ മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പാലങ്ങളുണ്ട്. പാലങ്ങളെന്ന് പറഞ്ഞാൽ വികസനത്തിൻ്റെ ഭാഗമാണ്, ഇതൊക്കെ വരണം. പക്ഷേ ഈ പാലങ്ങൾക്ക് വേണ്ടി ഡ്രഡ്ജ് ചെയ്യുമ്പോൾ എടുക്കുന്ന എക്കൽ ഇത് വേലി ഏറ്റ സമയത്തും ഇറക്ക സമയത്തും കായലിലേക്ക് തന്നെയാണ് ഒഴുക്കുന്നത്. ഇത് വീണ്ടും കായലിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ഒഴുകി ഏകദേശം കൊച്ചിയുടെ പശ്ചിമ മേഖല മുഴുവൻ ഏകദേശം 1/2 കിലോമീറ്റർ ദൂരത്തോളം നികന്നു കിടക്കുകയാണ്. ചെളിയുമല്ല എക്കലുമല്ലാത്ത രീതിയിൽ ഇത് മത്സ്യബന്ധനത്തിനെയും വേലിയിറക്കത്തെയും ബാധിക്കുകയാണ്. കായലിൻ്റെ സ്വാഭാവികമായ ഒരു ഒഴുക്കിനെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ്. പരിസ്ഥിതി പ്രവർത്തകൻ അജാമളൻ, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് ദിനേശ് കുമാർ മുതലായവർ സംസാരിച്ചു. കേരളത്തിലെ 3 ജില്ലകൾ 2050 വെള്ളത്തിനടിയിലാകും എന്ന റിപ്പോർട്ട്, കുസാറ്റിന്റെ റിപ്പോർട്ട് കേരള ഗവൺമെന്റിന് കിട്ടിയിട്ട് 2 വർഷം. വേമ്പനാട് കായലിൽ 4.5 മീറ്റർ ആഴം അടിയന്തരമായി നിലനിർത്തണമെന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ട് അത് തലക്കിൽ വെച്ച് കിടന്നിറങ്ങുന്ന നമ്മുടെ ഭരണാധികാരികൾ എറണാകുളം ജില്ലയിലെ 14 MLA-മാർക്കും കേരളത്തിലെ മുഴുവൻ മന്ത്രിമാർക്കും നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിവേദനങ്ങൾ നൽകുകയും. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.